ഹലോ ഗൈസ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ തലപതി വിജയുടെ അതായത് നമ്മുടെ CM വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷം ആദ്യം ഇറങ്ങായിരുന്ന സിനിമയായിരുന്നു ജനനായകൻ. പിന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റ് ആയി. അതുകൊണ്ടൊന്നും ഈ മൂവിയുടെ ഹൈപ്പ് ഒട്ടും കുറഞ്ഞിട്ടില്ല. തമിഴ്നാടിന്റെ പുതിയ CM ആയ വിജയുടെ അവസാന ചിത്രമായിരിക്കും ഇത്. കൂടാതെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ബോബി ഡിയോൾ, പൂജ ഹെഡ്ഗെ, മമിത ബൈജു ഒക്കെ ഇതിൽ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ പുതിയ മൂവീസിന്റെ ഷോർട്സ് റിവ്യൂ ഫസ്റ്റ് ഡേ തന്നെ ഈ ചാനൽ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നേരെ റിവ്യൂലേക്ക് പോകാം. ജനനായകൻ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ പടമാണ്. 3 മണിക്കൂറാണ് ഈ പടത്തിനുള്ളതെങ്കിലും ഫാൻസിനെ ആഘോഷിക്കാനുള്ള എല്ലാം ഈ പടത്തിലുണ്ട്. അവസാന ചിത്രമായിട്ടാണ് പുള്ളിക്കാരന്റെ സ്വാഗും സ്റ്റൈലും എല്ലാം ഈ അടിപൊളിയായിട്ട് തന്നെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഹൗസ്ഫുൾ തിയേറ്ററിൽ ഇരുന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും പടം തരുന്നത്. അതുപോലെ തന്നെ ഈ പടം OTT വർക്കാവുമെന്ന് എനിക്കറിയില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള പടമാണ് ഇത്. കാരണം മറ്റൊന്നല്ല, അനിരുദ്ധിന്റെ മ്യൂസിക്കും BGM ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മമിത ബൈജുയുടെ ആക്ടിങ് കൊള്ളായിരുന്നു. പിന്നെ ബോബി ഡിയോളും പൂജ ഹെഡ്ഗെയൊക്കെ ഓക്കെ ആയിരുന്നു. സ്റ്റോറി ഒന്നും പുതുമയുള്ള സ്റ്റോറി ഒന്നല്ല, പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി. പക്ഷെ നായകൻ വിജയായതുകൊണ്ട് തന്നെ പടം കയറി കൊളുത്തി. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ അവസാനം പടമായതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണുക. വൺ ലാസ്റ്റ് ടൈം വിജയുടെ മാസും ഡാൻസും സ്വാഗും ഒക്കെ ആയിട്ടുള്ള അടിപൊളി പടമാണ്. സോ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT ഒട്ടും വർക്കാവില്ല. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതിരിക്കും ബൈ.